ഭൂമി ലോകത്തെ ഏറ്റവും മഹത്തായ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീഅ. ആ ബഖീഉൽ അർഖദിൽ മറവ് ചെയ്യപ്പെട്ടവർക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമായ ശഫാഅത്ത് ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രയും മഹത്തായ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീഅ. 70,000-ഓളം സ്വഹാബികളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയും ഖദീജ ബീവിയും മൈമൂന ബീവി ഒഴിച്ചുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു ഭാര്യമാരും താബിഈങ്ങളും തബഉ താബിഈങ്ങളടക്കം 10,000-കണക്കിന് മഹത്തുക്കൾ അന്തിയുറങ്ങുന്ന ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീഅ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തത് ഹദീസിൽ കാണാം. അന്ത്യദിനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹുവിനും ശേഷം ഈ ലോകത്താദ്യമായി പുനർജന്മം നൽകപ്പെടുന്നതും ബഖീഇൽ അന്തിയുറങ്ങുന്നവരാണ്. അള്ളാഹു ജന്നത്തുൽ ബഖീഅ സന്ദർശിക്കാനും ആ മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.